ടു ബ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല കിടിലനായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളാണ് മുടി കൊഴിച്ചിൽ, താരൻ, അതേപോലെ തന്നെ മുടിക്ക് ഗ്രോത്ത് ഇല്ലാണ്ടിരിക്കാം. അതായത് ഉള്ള മുടി അങ്ങനെ തന്നെ ഇരിക്കേണ്ടത്, പക്ഷെ ഒരു ഗ്രോത്ത് വരുന്നില്ല. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ള ഹെയർ പാക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള 3 സാധനങ്ങൾ മതി നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പക്ഷെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇത് നമ്മുടെ മുടിയുടെ പുറമെ കൊടുക്കുന്ന ടോപ്പിക്കലായിട്ടുള്ള അപ്ലിക്കേഷനാണ് നമ്മളീ പറയുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഇൻറ്റേർണലി നമ്മൾ ഭയങ്കര സ്ട്രോങ്ങും പവർഫുള്ളായിട്ടിരിക്കണം എപ്പോഴും. അതായത് നമ്മുടെ വൈറ്റമിൻസും മിനറൽസും കിട്ടുന്ന ഫുഡുകൾ നമ്മൾ ഡെയിലി നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്താം കേട്ടോ. എന്നാലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഹെയറും നല്ല ഗ്ലോയിങ് സ്കിന്നും ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പുറമെ ഒരുപാട് എന്തൊക്കെ ചെയ്തിട്ടും അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അപ്പം അയ്യോ അത് പാക്കിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ഓയിലിൻ്റെ പ്രശ്നമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. കാരണം നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് എവിടെ നിന്നാണ്? അത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ നിന്നല്ലേ വരുന്നേ. അപ്പം നമ്മൾ അകത്തും കൊടുക്കണ്ടേ, പുറമെ മാത്രം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതെന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ നമ്മുടെ ഇതിനകത്ത് ഡെയിലി പൾസസും അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാൻ ഞാൻ പറയാലോ 3 സാധനം മതി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേരയുടെ ഇലയാണ്. അതെ, പേരയുടെ ഇല തന്നെ. അപ്പോൾ നമ്മുടെയൊക്കെ മുറ്റത്തും പറമ്പിലൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്കിതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണ്, നമ്മളിതൊക്കെ പാക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, നമുക്ക് അറിയുന്നില്ല അല്ലേ. അപ്പോൾ ഈ പേരയുടെ ഇല നമ്മൾ ഒരു 10-15 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ നല്ല തളിരായിട്ടുള്ള ഇലയില്ലേ, അതായത് കൂമ്പിൽ വരുന്ന അധികം മൂക്കാത്ത ഇലയില്ലേ, അതെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, ബി കോംപ്ലക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ മുടീനെ ഇത് എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഹെയർ ലോസിനെ നല്ല പോലെ കൺട്രോൾ ചെയ്യും. താരൻ ഉണ്ടെങ്കിൽ താരനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കളഞ്ഞോളും. ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. അതായത് നമ്മൾ ചിലവരുടെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ആ ഒരു ഇതുണ്ടോ അങ്ങനെ തന്നെ ഇരിക്കും. അല്ലാണ്ട് ന്യൂ ഹെയർസ് വരലുണ്ടാവില്ല, ഉള്ള ഹെയർ നീളം വെക്കുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ പാക്ക് നിർബന്ധമായിട്ടും ഇട്ട് നോക്കിക്കോ, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എന്തായാലും നമ്മളൊരു 3 ആഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ മുടിയിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 10-15 അതൊരു ഹാൻഡ്ഫുൾ, നമ്മുടെ ഒരു കൈപ്പിടി അളവ് അങ്ങോട്ട് എടുത്തോ, ഒരു പ്രശ്നമില്ല. ഇനി അടുത്തത് എന്ന് പറയുന്നത് കറിവേപ്പില. അപ്പം നമുക്ക് കറിവേപ്പിലയുടെ ഗുണങ്ങൾ അറിയാം അല്ലേ. കറിവേപ്പില മുടി നല്ല പോലെ വളരാനും നല്ല പോലെ കറുക്കാനും ഒക്കെ നല്ലതാണ് കറിവേപ്പില. അപ്പോൾ നമ്മൾ ഡെയിലി രാവിലേക്കില്ലേ ഒരു 3-4 കറിവേപ്പില നല്ലപോലെ കഴുകിയിട്ട് 3-4 ചുമ്മാ അങ്ങ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കൂ, ഒരു 2 ആഴ്ചയൊക്കെ ഡെയിലി ഒന്ന് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ അത് നമുക്ക് റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത് കൊള്ളാലോ സംഭവം, ഇത് നമുക്ക് അടിപൊളിയാണല്ലോ എന്ന് തോന്നുമ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതും എടുക്കാം കേട്ടോ. അതും ഒരു കൈപ്പിടി അളവ് അങ്ങനെ എടുത്തോ, അല്ലെങ്കിൽ 2 കൈ നിറയെ അങ്ങ് എടുത്തോ. കറിവേപ്പിലല്ലേ നമ്മുടെ വീട്ടിലുണ്ടാവും, നല്ല പോലെ വാഷ് ചെയ്യാം കേട്ടോ. അതിനകത്ത് ഈ ചെറിയ പേരയുടെ ഇല ആയാലും അതിൻ്റെ ഇലയുടെ അടിഭാഗത്ത് ഈ വെള്ള മറ്റേ വെള്ളീച്ചയുടെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും എടുക്കരുത്. കാരണം അതൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ നല്ല പോലെ മറിച്ചും തിരിച്ചും ഒക്കെ നോക്കി നല്ല പോലെ വാഷ് ചെയ്ത് ഈ 2 ഐറ്റം എടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്നത് ഉലുവയാണ്. അപ്പോൾ ഈ ഉലുവേനെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് തലേ ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചേക്കാം. അപ്പോൾ ഇത് നല്ല കുതിർന്ന് നല്ല സെറ്റായിട്ട് അങ്ങ് കിട്ടും. അപ്പോൾ ഉലുവയുടെ ഗുണങ്ങൾ പറയണ്ടല്ലോ. മുടി നല്ല പോലെ തഴച്ച് വളരാനായിട്ട് ഇത്രയും അടിപൊളി ഒരു സാധനം ഇല്ലെന്ന് തന്നെ പറയാം, ഉലുവ. അപ്പോൾ ഉലുവ ഡാൻഡ്രഫിന് നല്ലതാണ്, മുടി നല്ലപോലെ വളരാൻ നല്ലതാണ്, സ്കാൽപ്പൊക്കെ നല്ല അടിപൊളിയാവും. പിന്നെ ഈ പേരയുടെ ഇല ഉണ്ടല്ലോ, ഹെയർ നല്ല ഹെൽത്തി ആക്കും കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടി നമ്മുടെ പേരയുടെ ഇലയ്ക്ക് ഉണ്ട്. അതേപോലെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആക്കും. പിന്നെ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക്
അത് കഴുകി നമ്മൾ പാക്കായിട്ട് ഇട്ടതിന് ശേഷം കഴുകി കളയാനായിട്ട് നമുക്ക് മൈൽഡായിട്ടുള്ള ബേബി ഷാമ്പു നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ കണ്ടീഷണർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ പേരയുടെ ഇല നല്ലൊരു കണ്ടീഷണറായിട്ടും കൂടി പ്രവർത്തിക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ 3 ഐറ്റം വെള്ളത്തിലിട്ട് നമ്മുടെ ഉലുവയും എടുക്കുക, പേരയുടെ ഇലയും കറിവേപ്പിലയും 3ഉം കൂടി നല്ല പോലെ മിക്സിയിലിട്ട് അങ്ങ് അരയ്ക്കാം. അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. മിക്സിയിൽ അരയ്ക്കുമ്പോൾ മിക്സിക്ക് അതിൻ്റെ പാക്കിന് നല്ല ചൂടാവും. അത് നല്ല പോലെ അറിയാൻ വേണ്ടി നമ്മൾ നല്ല പോലെ ഇട്ട് ഇങ്ങനെ കൃന്ന് മണിങ്ങനെ അരച്ചുകൊണ്ടിരിക്കും. പാക്ക് നല്ല ചൂടായിരിക്കും. അതങ്ങനെ തന്നെ എടുത്ത് അപ്പം തന്നെ തലയിലോട്ട് ഇടരുത്. ഉള്ള മുടിയും കൂടി കൊഴിഞ്ഞു പോകും കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതവിടെ ഇരുന്നോട്ടെ. ഒന്ന് നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു തുണിക്കകത്തോ അല്ലെങ്കിൽ അരിപ്പയിലോ ഇട്ടിട്ട് നല്ല പോലെ, തുണിയായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ. അരിപ്പയാകുമ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. നമുക്കൊരു നല്ലൊരു ഒരു കുഴമ്പ് പരുവത്തിൽ കിട്ടിയാലാണ് നമുക്ക് പാക്കായിട്ട് ഇടുമ്പോൾ നല്ലൊരു കംഫർട്ടായിരിക്കുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട്, അരിപ്പയിലാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഇതാക്കാൻ പറ്റുള്ളൂ. ഉലുവയാകുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഒരു ഇതായിട്ടല്ലേ, കുഴഞ്ഞല്ലേ ഇരിക്കുക. അപ്പോൾ തുണിക്കകത്താണെങ്കിൽ നമുക്കിങ്ങനെ പിഴിഞ്ഞ് അങ്ങോട്ട് ഫിൽറ്റർ ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ മറ്റേ കുന്തവും കോലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതായത് ആ ഒരു ഇതുണ്ടാവുമല്ലോ, കൊറ്റം പോലെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്കാൽപ്പിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മുടി കൊഴിയും. ചിലപ്പോൾ അത് താരൻ വരെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അങ്ങനെ അത് ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് പാക്കായാലും നമ്മളത് ഫിൽട്ടർ ചെയ്തിട്ട് ആ ഒരു പൾപ്പ് അത് വേണം നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഹെയറിൽ നല്ല പോലെ ഓയിലിങ് ചെയ്യുക. ഓയിലിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ വേണം നമ്മൾ ഈ പാക്ക് ഇടണമെങ്കിൽ. അപ്പോൾ ഓയിലിങ് ഞാൻ ചെയ്യാറുള്ളത് നമ്മുടെ കരിഞ്ജീരകത്തിൻ്റെയും കയ്യുണ്ണിത്തിൻ്റെയും എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അത് ലൈറ്റായിട്ടൊന്ന് നമ്മൾ ഒരു പാത്രം ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത് രണ്ടും കൂടി ഒഴിക്കുക. അപ്പോൾ ആ എണ്ണയും അങ്ങ് ആ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ അതങ്ങ് ചൂടായിക്കോളും. എന്നിട്ട് നമ്മൾ സ്കാൽപ്പിൽ നല്ല പോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കരിഞ്ജീരകത്തിൻ്റെയും കയ്യുണ്ണിത്തിൻ്റെയും എണ്ണ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒരു 15 മിനിറ്റ് എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ ഈ ഹെയർ പാക്ക് കൊടുക്കുക. ഒരു 20 മിനിറ്റ് നമ്മുടെ തലയിലത് ഇരുന്നോട്ടെ. അതിനുശേഷം നമുക്ക് മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ച് കഴുകി കളയാം. ഇതൊരു ആഴ്ചയിൽ 3 പ്രാവശ്യം നമുക്ക് ചെയ്യാം. ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഹെയർ ലോസും ഡാൻഡ്രഫും ഒക്കെ മാറി കിട്ടും കേട്ടോ. ഒരു കിഡിലനായിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ഇറ്റ്സ് മീ ശ്രുതി സൈനിങ് ഓഫ്. ബൈ.